ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ നമ്മൾ നമ്മുടെ അമ്മ വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. സോ നീണ്ട നാളുകൾക്ക് ശേഷം നമ്മൾ നമ്മുടെ അമ്മ വീട്ടിൽ എത്തിയിരിക്കുന്നു. യാ, ദിസ് ഈസ് ദ ഹോം. കേട്ടോ, നിങ്ങൾക്ക് ചുറ്റും കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ഒരു റോഡാണ്. ഇതാ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇതാണ്ട ഇങ്ങനെ അങ്ങ് പോവണം. പിന്നെ ഇതാ ഈ വീടെത്തി. കാണുമ്പോൾ അത്ര വലിയ ആഡംബര വീടൊന്നും ആയിരിക്കില്ല കേട്ടോ. പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടത്തെ കാലത്ത് ഈ വീട് വെച്ച കാലത്തൊക്കെ ഇതായിരുന്നു കേട്ടോ. ഈ ഒരു ഏരിയയിലെന്ന് പറയുമ്പോൾ ഒരു നല്ല വലിയ വീട്, ഏറ്റവും റിച്ച് വീട് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ഇതിനേക്കാളും ഗംഭീര ആഡംബര വീടുകളൊക്കെയാണല്ലോ വന്നേക്കണേ. ഇത് ഒരു ഓൾഡ് ലുക്കിലാണ് കേട്ടോ ഇത് പണിതേക്കുന്നത്. അകത്ത് നോക്കിയാൽ മനസ്സിലായി, എസ്പെഷ്യലി ഈ ജനലിൻ്റെ പാളിയൊക്കെ വെച്ചേക്കണേ, അതിൻ്റെ ലുക്ക് അങ്ങനത്തെയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ വന്ന് പണ്ട് ഇവിടെ റബ്ബറുണ്ടായിരുന്നു. അതായത് ഞാൻ ചെറുതായിരുന്ന സമയത്ത് ഇവിടെ റബ്ബറിൻ്റെ പണിയുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെയൊക്കെ നിറച്ച് റബ്ബറായിരുന്നു. ഇപ്പോൾ റബ്ബറെല്ലാം വെട്ടി. ഇവിടെ ചെറിയൊരു റൂം പോലെ ഇത് രണ്ട് അപ്പുറത്ത്. ഇപ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ പിന്നെ ഒരു റൂമൊക്കെ പണിയണമെന്നുണ്ട്. പണി വലിയൊന്നും അറിയില്ല. ഇവിടെ അങ്ങനെ വിറക് കാര്യങ്ങളെല്ലാം, പിന്നെ പണ്ടത്തെ കുറച്ച് സാധനങ്ങൾ, ഇത് പട്ടി കയറാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ ഇതൊക്കെ വെച്ചേക്കുന്നത്, ഈ പലക. ഇവിടെ ഇങ്ങനെ വേറെ കുറേ വേസ്റ്റല്ല കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മച്ചി വിളിച്ചാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അതിൻ്റെ പേരെന്താ, മേൽക്കൂര അങ്ങനെ ഇതൊക്കെ പറയുക, അങ്ങനെ ഏതൊരു സ്ഥലമായിരുന്നു. ഞാൻ സ്ഥലവും മറന്നുപോയി. മുകളിൽ ഇങ്ങനെ ടെറസ് എന്നാണ് ഞാൻ പറയുന്നത്. ഇതിന് എന്തോ ഒരു മലയാളത്തിൽ പേര് അറിയാമായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതിങ്ങനെ ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ഞാൻ ഇപ്പോൾ മുകളിലേക്ക് പോകുന്നില്ല, കാരണം ഇറ്റ്സ് നോട്ട് സേഫ്. വല്ല പാമ്പും പഴുതാരയൊക്കെ ഉണ്ടാവും. എസ്പെഷ്യലി അവിടെ എലിയുടെ ഒരു മെയിൻ ബഹളമുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് ഞാൻ പോകണില്ല മുകളിലേക്ക്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ തന്നെ ഇങ്ങനെ ഒരു ഇതിലാണ്, എന്താ പറഞ്ഞ ഒരു ഓൾഡ് ലുക്ക്, ഭയങ്കര സ്കെറി ഒന്നുമില്ല, എന്നാലും എനിക്ക് ചെറിയ പേടിയാണ് മുകളിലേക്ക് പോകാനായിട്ട്. അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മറ്റേ ഇവിടെ എനിക്കൊരു പാറാടയുണ്ട്, എനിക്ക് കാണിച്ചു തരാം കേട്ടോ. ചേഞ്ച് ചെയ്യാം, അവിടെ കയറി നിൽക്കട്ടെ. നിങ്ങളവിടെ കണ്ടോ, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഭാഗമില്ലേ, ഇവിടെ ആയിട്ട് അവിടെ ഒരു പാറമടയുണ്ട്. ഇപ്പോൾ മഴ ഒന്നും പെയ്യാഞ്ഞിട്ട് അവിടെ അത്ര വലിയ വെള്ളമില്ല, നല്ല ആഴമുണ്ട് കേട്ടോ പാറമടയ്ക്ക്. അപ്പം നല്ല ആഴമുണ്ട്. എനിക്ക് ചാൻസ് കിട്ടുകയാണെങ്കിൽ ഒരു ദിവസം ഞാനത് വീഡിയോ ഇടാം. നിറച്ചും കാടായിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നില്ല. ഇവിടെ കണ്ടോ, ഇതാ ഇവിടെയൊക്കെ പാറമടയാണ് കേട്ടോ. അതിൻ്റെ ഒരു ഇതാണ് ഇവിടെയൊക്കെ ഉണ്ട്. പണ്ടൊക്കെ എൻ്റെ അമ്മ എല്ലാവരും നീന്തൽ പഠിച്ചത് ഇവിടെ ആയിരുന്നു കേട്ടോ, പാറമടയിലായിരുന്നു. പിന്നെ ദാണ്ട് ഇവിടെ ചുറ്റും കാടാണ്. പിന്നെ അവിടെയൊക്കെ ഒരു പാറമടയുണ്ട്. അവിടെ അവിടെ ആ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് ഒരു പാറമടയുണ്ട്. ആ ഒരു ഏരിയയിലൊക്കെ ആയിട്ടൊരു പാറമട വരുന്നുണ്ട്. പിന്നെ ദാണ്ട് ഇവിടെ ഒരു പറമ്പ്. പിന്നെ ഇവിടെ പുറത്തൊരു ടോയ്ലറ്റ് വെച്ചിട്ടുണ്ട്, അത് പണ്ടത്തെ ഒരു സ്റ്റൈലായിരിക്കും. പിന്നെ ദാണ്ട് ഇതാണ് ഞാൻ അവിടെ വെച്ച് കാണിച്ച ഒരു ചെറിയൊരു സ്ഥലമില്ലേ, അതിലത്തെ അതിൻ്റെ ഈ സൈഡ് വരുമ്പോൾ ബാക്കിലേക്ക് വരുമ്പോൾ ഇതാണ്. ഇത് നട്ടുപിടിപ്പിച്ച മൈലാഞ്ചിയാണ് കേട്ടോ. എനിക്ക് മൈലാഞ്ചി വരട്ടാൻ ഇടാനൊക്കെ ഇഷ്ടമാണ്. ഈ ഒരു ഭാഗത്തിലാണ് നമ്മൾ ഇതാണ്ട് റബ്ബർ മെഷീനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഈ ഇടയ്ക്ക് ഞങ്ങൾ വിറ്റു. ഇത് ഒരുപാട് മുമ്പ് ഞങ്ങൾ റബ്ബറിൻ്റെ നിർത്തിയതാണ്. റബ്ബർ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് വിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പതുക്കെ മറ്റേ ചിരട്ടയിലായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൊത്തപ്പാടി നിർത്തി, റബ്ബറൊക്കെ വെട്ടി. പിന്നെ ഇവിടെ പറമ്പ്, ഇവിടെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞങ്ങളിങ്ങനെ റബ്ബർ ഷീറ്റൊക്കെ ഉണ്ടാക്കണത്, ആ സ്റ്റൂളും കാര്യങ്ങളും എല്ലാം. ഇവിടെ ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇത് ഞങ്ങൾക്ക് കുഴിയാനയുടെയാണ് കേട്ടോ. ഈ കൊണ്ട കുഴിയൊക്കെ നല്ല ഒരുപാട് കുഴിയാന വന്നിട്ടുണ്ട്. തുറന്നു നോക്കാൻ എനിക്ക് മടിയാണ്. ഇച്ചിരി നേരം അവിടെ നിൽക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. അല്ല, എനിക്ക് ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഇത് ഇവിടെ ഉണ്ട് കണ്ടോ, ഇവിടെ ഉണ്ട് കുറച്ച് കുഴി. ഇതിവിടെ ഒരു ടാപ്പാണ്. പിന്നെ ദാണ്ട ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ അടുക്കളേൻ്റെ ബാക്കല്ല സൈഡ് വശമായിട്ട്, അത് ഞാൻ പതുക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ തിരിക്കാൻ നിർത്ത്, ഞാൻ ഫ്രണ്ട് ഒന്നുകൂടെ കാണിച്ചിട്ട് ഫ്രണ്ടിൽ എനിക്ക് കാണിക്കാൻ ഞാൻ നേരെ ബാക്കിലേക്ക് വന്നു. പിന്നെ ദാണ്ട നമ്മുടെ മെയിൻ സാധനം ഇപ്പോൾ ജാതിയാണ് കേട്ടോ. ജാതി വലിയ ജാതിയാണ്. ഇവിടെ ഒരു ജാതി ഉണ്ട്. പിന്നെ ദാണ്ട ഇവിടെ ഇങ്ങനെ കുറച്ച് ചട്ടികളും കാര്യങ്ങളൊക്കെ. ഇത് ഞാനിപ്പോൾ ഏതാണ്ട് ഹോം ടൂർ എടുക്കണ മാതിരിയാണ്. ഞാൻ അമ്മ വീട്ടിലേക്ക് വന്നുകൊണ്ട് ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ.
മൈ മദേഴ്സ് ഹൗസ്. അത് സ്ഥലം പറയാം, എറണാകുളത്ത് കോതമംഗലമായിട്ടാണ് കേട്ടോ. കോതമംഗലം ഓടക്കാലി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പിന്നെ ഈ ഓടക്കാലിയിലത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു മെയിൻ വലിയ വീട്ടുപേരാണ് ഞങ്ങളുടെ വലിയൊരു വീട്ടുകാരാണ്. ഭയങ്കര ഫേമസ് ആണ്, ഭയങ്കര ഒരു ഇതാണ് ഈ വീട്ടുപേര്. കാഞ്ഞിരത്തുംകുടി എന്നാണ്. അത്യാവശ്യം എല്ലാവർക്കും അറിയാം. പിന്നെ താണ്ട് ഇവിടെ കുറച്ച് ചെടി. പിന്നെ താണ്ടേ മെയിൻ ഗപ്പിയാണ് കേട്ടോ. ഞാനാണിത്. ഹായ്. ഞാൻ ഫോണിലാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ക്യാമറ മിക്കവാറും ഞാൻ പതുക്കെ വാങ്ങും ഒരു ദിവസം. നമ്മൾ വലിയൊരാളൊക്കെ ആവുകയാണെങ്കിൽ. ആവില്ല എന്ന് എനിക്കറിയാം. പിന്നെ നമ്മളീ പറയുമ്പോൾ ഒരു ഗമയിലൊക്കെ പറയുമ്പോൾ ഒക്കെ വരണം, അത്രേ ഉള്ളൂ. ഇത് വേറൊരു ജാതി. ഇതോ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇവിടെ എന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാമായിരിക്കൂലേ. ഇതോ നോക്ക്, അവിടെ കണ്ടോ? അതാ പാറമട ഇവിടെയൊക്കെ ആയിട്ട്. ഇതാണ് ഈ കിച്ചൻ്റെ ബാക്ക് സൈഡ്. കുറച്ചാണ് കേട്ടോ, നിറച്ചല്ലേ. അത് അടിച്ചാൽ മറന്നുപോയി. മുറ്റം അടിച്ച് കഴിഞ്ഞപ്പോൾ കാർ ഇവിടെ കിടക്കണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ അടിക്കാൻ മറന്നുപോയി. മുറ്റം ഫുള്ളും അടിച്ചു ഒന്ന്. കാറിപ്പോൾ ഇവിടെ നിന്ന് പോയി. കാർ അമ്മ ഓടിക്കാൻ പോയിക്കാണ്. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ കരുതിയില്ല, പക്ഷെ എടുക്കാൻ പറ്റിയില്ല, സോറി. യെസ്. പിന്നെ താണ്ടത് വാഷിംഗ് മെഷീൻ, കുറേ വിറകുണ്ട് ഇവിടെ, അങ്ങനെയൊക്കെ ഒന്ന്. പിന്നെ ഇവിടെ അടുപ്പാണ്. അടുപ്പിക്കുക, നോ യൂസ്. എനിക്ക് തൊടാൻ പേടിയ വല്ലതും ഉണ്ടാവും അവിടെ. പിന്നെ ഇവിടെ ദാണ്ട് അമ്മിക്കല്ല്. യെസ്, അമ്മിക്കല്ല്. ഇതാണ് അടുക്കളയുടെ ബാക്ക് സൈഡ്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അടുക്കളയാണ് കേട്ടോ. പിന്നെ അവിടെയാണ് പാറമട. അവിടെ നല്ല കൊതുകുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു പൈപ്പ്. ഞാൻ കയറട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് വെള്ളം കാണിച്ചു തരാൻ പറ്റുമോ എനിക്കറിയില്ല, എന്നാലും ശ്രമിക്കാം. നോക്ക്, ഇതാണ് പാറമട. വെള്ളമൊന്നും കാണാൻ പറ്റില്ലായിരിക്കില്ലേ. അവിടെ ഈ ഒരു ഏരിയ ആണ് പാറമട വരുന്നത്. ലുക്ക് എവിടെ കയ്യന്തേൻ്റെ ഇവിടെ ഇവിടെ